Assalamu alaikum. Welcome back to my channel. How are you all? അപ്പോൾ ഇന്ന് ഞാൻ വ്ലോഗ് സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ ഈവനിങ് ആയിനി. ഇവിടെ ഞാൻ ഇന്ന് ചിക്കൻ ഗ്രീൻ കുർമ ആക്കാണ്ട് ജണ്ട് ചില്ലെങ്കിൽ ഒരു 7-8 മുളക് എടുത്തിന്. മുളക് കാറുള്ള കൊണ്ട ജണ്ട് എടുത്തിന്. ഇപ്പോൾ ഒരു തേങ്ങ എടുത്തിന്. ഇപ്പം നോക്കാം എങ്ങനെ ചിക്കൻ ഗ്രീൻ കുർമ ആക്കുന്നിട്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഈ ചിക്കൻ ഗ്രീൻ കുർമ ഇഷ്ടമാണ്. അത് ഇറച്ചിൻ്റെതായെങ്കും കോതിൻ്റെതായെങ്കും ഇറച്ചിൻ്റെതിലെല്ലാം കുറച്ച് ആ ടേസ്റ്റ് കിട്ടുന്നു. കോതിൻ്റെതായെങ്കും മോശമില്ല, നല്ല ടേസ്റ്റേ വരുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു അരയത് മുളക് എടുത്തിട്ട് അതിന് ഫ്രൈ ആക്കിക്കൊണ്ടുള്ള എണ്ണ വീത്തിട്ട് ഇപ്പം മുളക് കുറച്ച് ഫ്രൈ ആയി വന്നു. കറിക്കണ്ട നന്നായി കറിയും വിടും കാല അപ്പോൾ മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് മെല്ലാണ് ഇതാക്കി ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നാളെ മുളക് ഫ്രൈ ആയി വന്നു. ഫ്രൈ ആയി പിന്നെ അതിനെ കുറച്ച് മാറ്റിയിട്ട് സൈഡിൽ വെക്കാം. വേറെ ഒരു പ്ലേറ്റിക്ക് മാറ്റിയിട്ട് വെക്കാം. ഇനി നെക്സ്റ്റ് കുറച്ച് കൊത്തമ്പരിയും കുറച്ച് ബഡ്സപ്പും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കത് എത്ര എടുക്കുന്ന ഗുന്താവും. ഞാനിപ്പോൾ 2 സ്പൂണ് ബഡ്സപ്പും 2 സ്പൂൺ കൊത്തമ്പരി എടുത്തിന്. ചെല്ലെങ്കിൽ ഒരിടി തേങ്ങ ഉള്ളല്ലേ, അങ്ങനെ ആയിക്കൊണ്ട് ഞാനിവിടെ 2 സ്പൂണ് കൊത്തമ്പരിയും 2 സ്പൂൺ ബഡ്സപ്പ് എടുത്തിന്. ഇനി ഫ്രൈ ആക്കാം. ഈ കാരം നടക്കത് തേങ്ങ ഏറെ കണ്ടുകൊണ്ട് മുളക് മതിയാവല്ല നിറച്ച, അങ്ങനെ ആയിക്കൊണ്ട് 2 എക്സ്ട്രാ മുളക് ഉണ്ട് അതിന് ഇതിലേക്ക് മിക്സ് ആക്കി ഇതാക്കിയാൽ ഫ്രൈ ആക്കാം. പിന്നെ ഇപ്പം ഞങ്ങൾ തേങ്ങയുടെ ഫ്രൈ ആയിട്ട് വന്നിനി. ചിലങ്ങ അതിൻ്റെ കളറും ബ്രൗണിഷ് ആയിന്. പിന്നെ അതല്ലാതെ അതിൻ്റെ സ്മെല്ലും ചേഞ്ചാന്ന്. ഇത് നല്ല ഫ്രൈ ആയി പിന്നെ അതിൻ്റെ സ്മെല്ല് ചേഞ്ചാന്ന്. ഞാനിപ്പോൾ അത് ഈ ടെക്സ്ചർക്ക് വരണോ, ഈ ടെക്സ്ചർക്ക് വന്നാൽ കറി ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയാൽ കുറച്ച് സൈഡിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് ചിക്കൻ മസാലക്കുള്ള പ്രിപ്പറേഷൻ ആക്കാം. ഇപ്പം ഞാൻ അവിടെ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് എണ്ണ പറ്റിക്കൊണ്ടുള്ള എണ്ണ ചൂടായാൻ വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫസ്റ്റൊക്കെ എന്തിരുന്ന് വെച്ചില്ലെങ്കിൽ അതിൻ്റെ പച്ച മണം ഉണ്ടല്ലോ മാറ്റി കിട്ടുന്നത്, അങ്ങനെ ആയിക്കൊണ്ട് അതിൽ ഫസ്റ്റൊക്കെ ആഡ് ആക്കണം. പിന്നെ കുറച്ച് കറി ലീവ് വേണ്ടിയിട്ട് ചെല്ലെങ്കിൽ അതിൻ്റെ അപ്പോൾ കുറച്ച് ഫ്രൈ ആയിട്ടിരിക്കുന്നത് കറി ലീവ് അങ്ങനെ ആയിക്കൊണ്ട് ഇതിട്ട്. നെക്സ്റ്റ് നീരിലൂടെ ഞാൻ എത്ര ഇട്ടെന്ന് വെച്ചില്ലെങ്കിൽ ഒരു 3 മീഡിയം സൈസിൻ്റെ നീരിലൂടെ ഞാൻ ഇട്ടിന. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂൺ ഉപ്പിട്ടുകൊണ്ടുള്ള ഉപ്പ് വേയിട്ടെങ്കിൽ നീരുള്ളി ഫ്രൈ ആണ്, അങ്ങനെ ആയിക്കൊണ്ട് ഇപ്പോൾ ഞാൻ ഇതിനെല്ലാം ഫ്രൈ ആക്കിക്കൊണ്ടുള്ള. നെക്സ്റ്റ് നീരുള്ളി ബ്രൗൺ ആകുമ്പോഴേക്കും ഇനി ഒരു 2 മീഡിയം സൈസിൻ്റെ ടൊമാറ്റോ ആഡ് ആക്കാം. ഇപ്പോൾ ഞങ്ങൾ ഈ മസാല ടൊമാറ്റോ ഫ്രൈ ആണെടുക്കുക ഞങ്ങൾ ഈ എടുത്തിട്ട് വെച്ച് തേങ്ങ മിക്സി ജാർക്ക് ട്രാൻസ്ഫർ ആക്കാം. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഗ്രൈൻഡ് ആക്കാം. ഗ്രൈൻഡ് ചെയ്യില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ യൂസ് ആക്കിയുള്ള ഗ്രൈൻഡ് ആക്കുക ഈ സുജാത മിക്സി, അതിൽ നല്ല ഇത് കായെല്ലാം നല്ല അറിയുന്നു. നെക്സ്റ്റ് കൂടെ ഞാൻ 1 കിലോ 1.5 കിലോൻ്റെ അത്ര ചിക്കൻ എടുത്തിന്. അതിൻ്റെ ആക്കി വെച്ച മസാലക്ക് മിക്സ് ആക്കിയാൽ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കൂടെ നോമ്പ് തുറക്കുള്ള മസാല റെഡിയാക്കി ഉണ്ടോ, നോമ്പ് തുറക്കാനുള്ള സ്നാക്സിക്കുള്ള മസാല റെഡിയാക്കി ഉണ്ടോ. നെക്സ്റ്റ് ഇപ്പം ഞങ്ങൾ കായെല്ലാം റെഡി ആയിട്ട് വന്നിനി. ഇനിയിപ്പം ഞങ്ങൾ ഇതിലേക്ക് മിക്സ് ആക്കാം. ചിക്കനും ഓൾമോസ്റ്റ് ഫ്രൈ ഇതായിനി, ബോയിലായിനി. കുറച്ച് ഞാൻ ടൊമാറ്റോ ഇത് ഫ്രൈ ആകുന്നെടുക്കുന്ന ആ ചിക്കൻ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടായ ആ ചിക്കൻ ബോയിലാക്കി കിട്ടിനി. നെക്സ്റ്റ് ഇപ്പോൾ കായ ഞങ്ങൾ തളിച്ചുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ കൊറിയൻഡർ ലീവിട്ട് ഗാർണിഷ് ആക്കാം. ഓക്കെ, അപ്പോൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ആക്കി. ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കി ഞങ്ങൾക്കും കുറച്ച് മോട്ടിവേറ്റ് ആണ് ഇനിയും നല്ല നല്ല വീഡിയോ അപ്ലോഡ് ആക്കുക ചെലുത്ത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ബൈ.